വെൽക്കം എവരിവൺ. സോ ഇത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മദർ ബോർഡ് തുടങ്ങിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മദർ ബോർഡ്, കമ്പ്യൂട്ടർ പെരിഫറൽസ്, IO ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ടുള്ള HDD, SDD ആൻഡ് ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ഹെഡിങ്സും എഴുതുക, അതിന്റെ മെയിൻ ഫങ്ഷനാലിറ്റീസിന്റെ ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രമായിട്ട് എഴുതിയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈസിലി പഠിച്ചു പോകാൻ പറ്റും. ബാക്കി നിങ്ങൾക്ക് സെന്റൻസുകളൊക്കെ ആയിട്ട് എക്സാമിന് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ മതി. മെയിൻലി നമുക്ക് പോയിന്റ്സ് ആണ് നമ്മൾ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ടത്. സോ കാണാപ്പാഠം പഠിക്കുന്നതിലും ഏറ്റവും ബെറ്റർ ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ ഒരു മൈൻഡ് മാപ്പ് ഒക്കെ ആയിട്ട് ഓരോ ടോപ്പിക്സും വരയ്ക്കുകയാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിനേഷനിൽ ഡയഗ്രാംസ് ആഡ് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാംസ് ആഡ് ചെയ്ത മീൻസ് കറക്റ്റ് ചെയ്യുന്ന ആൾക്കൊരു ഇംപ്രഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഡയഗ്രാംസ് ഉള്ളതിനാണെങ്കിൽ ഡയഗ്രാംസ് എന്തായാലും വരക്കുക. മിക്കവാറും ഡയഗ്രാംസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് അതിന് മാർക്സ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ലെസണിലോട്ട് കിടക്കാം ഇന്ന്. സോ മദർ ബോർഡ്. അപ്പൊ മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU-ന്റെ അകത്താണ് ഉള്ളത്. ഇറ്റ് ഈസ് ദ സെൻട്രൽ സർക്യൂട്ട് ബോർഡ് ഇൻ എ കമ്പ്യൂട്ടർ ദാറ്റ് കണക്ട്സ് ഓൾ ദ മേജർ കമ്പോണൻറ്റ്സ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള എല്ലാ മേജർ ആയിട്ടുള്ള കോമ്പോണൻറ്റ്സിനെയും കണക്ട് ചെയ്യുന്നതാണ് മദർ ബോർഡ്. അതായത് CPU, RAM, എല്ലാ സ്റ്റോറേജ് ഡിവൈസസും എക്സ്പാൻഷൻ കാർഡ് ഇവരെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് മദർ ബോർഡ് എന്ന് പറഞ്ഞത്. ഇറ്റ് സെർവ്സ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് മദർ ബോർഡിനെ പറയാം. എനേബിളിംഗ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് പാർട്സ്, എൻഷുറിംഗ് ദേ വർക്ക് ടുഗദർ ടു എക്സിക്യൂട്ട് ടാസ്ക്. അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ് മദർ ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഈ എല്ലാ ടാസ്കുകളെയും കണക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ് ഹൗസസ് ദ എസെൻഷ്യൽ കോമ്പോണൻറ്റ്സ് ലൈക്ക് ഇതിന്റെ അകത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എസെൻഷ്യൽ കോമ്പോണൻറ്റ്സ് ആയിട്ടുള്ള CPU സ്ലോട്ട്, RAM സ്ലോട്ട്, പവർ കണക്ടർ, എക്സ്പാൻഷൻ സ്ലോട്ട് ഇതെല്ലാവരും ആഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മദർ ബോർഡിലാണ്. അപ്പൊ മദർ ബോർഡിന്റെ ഹിസ്റ്ററി ഒന്നും നിങ്ങൾ ഭയങ്കരമായിട്ട് നോക്കണ്ട, ജസ്റ്റ് ഞാനത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ഹൗ ഡസ് മദർ ബോർഡ് വർക്ക്സ്. അപ്പൊ മദർ ബോർഡിന്റെ അകത്ത് എങ്ങനെയാണ് ഈ ഒരു വർക്കിംഗ് കാര്യങ്ങൾ നടക്കുന്നതാണ്. സോ മദർ ബോർഡിന്റെ അകത്ത് ഒരു പവർ സപ്ലൈ ഉണ്ട്. സോ ഈ പവർ സപ്ലൈയിലോട്ട് ഇലക്ട്രിസിറ്റി ഡെലിവർ ചെയ്യും നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ. ഓക്കെ, പിന്നെ അതിന് നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്ന രണ്ട് കോമ്പോണൻസ് ഉണ്ട്. നോർത്ത് ബ്രിഡ്ജിൽ ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള CPU, RAM, PCI സ്ലോട്ട്സ് ഒക്കെയാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. സൗത്ത് ബ്രിഡ്ജിന്റെ അകത്ത് സ്ലോ ഡേറ്റ ട്രാൻസ്ഫറിംഗ് ആയിട്ടുള്ള ബയോസ്, USB പോർട്ട്, SATA ഡിവൈസസ് ഒക്കെയാണ് ഇതിലുള്ളത്, സൗത്ത് ബ്രിഡ്ജിലുള്ളത്. ഇനി ഡേറ്റ ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ ബസ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ഇൻഫോർമേഷൻസ് ഒരു കോമ്പോണന്റിൽ നിന്ന് മറ്റൊരു കോമ്പോണന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മദർ ബോർഡിന്റെ അകത്തുള്ള കീ കോമ്പോണൻറ്റ്സ്. CPU സ്ലോട്ട് എന്ന് പറഞ്ഞാൽ CPU ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മദർ ബോർഡായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ലോട്ടാണ് CPU സ്ലോട്ട്. RAM സ്ലോട്ട് അതുപോലെ തന്നെ RAM ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളത്. RAM എന്തിനാണെന്ന് അറിയാലോ? നമ്മുടെ ടെമ്പററി മെമ്മറി സ്റ്റോർ ചെയ്യാനായിട്ടാണ്. ഇനി എക്സ്പാൻഷൻ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ PCI ആൻഡ് AGP പോലുള്ള എക്സ്പാൻഷൻ കാർഡുകൾ, ഗ്രാഫിക്കൽ കാർഡുകൾ. നമ്മളിപ്പോ വലിയ വലിയ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഹൈ ഗ്രാഫിക്കൽ കാർഡ്സ് വേണം. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്ത് ഈ എക്സ്പാൻഷൻ സ്ലോട്ട് വഴിയാണ്. പിന്നെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഇൻഡക്ടേഴ്സ് ഉണ്ട്. അതെന്തിനാണ്? ഇലക്ട്രിക്കൽ എനർജിയും അതുപോലെ തന്നെ സ്റ്റേബിൾ ഓപ്പറേഷൻസിനും വേണ്ടിയിട്ട്. പിന്നെ USB പോർട്ടുകൾ ഉണ്ട്, നമുക്കല്ലാതെ ഉള്ള പെരിഫറൽസ് മീൻസ് കീബോർഡ്, മൈക്ക് അല്ലെങ്കിൽ മൗസ് എന്ന് വേണ്ട എല്ലാ എക്സ്റ്റേണൽ ഡിവൈസസും കണക്ട് ചെയ്യാൻ. പിന്നെ ഹീറ്റ് സിങ്ക് ഉണ്ട്, ഹീറ്റിനെ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്തൊന്ന് കൺട്രോൾ ചെയ്യാൻ. പിന്നെ CMOS ബാറ്ററി ഉണ്ട്. ദെൻ പവർ കൺട്രോളർ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഫ്രം ദ പവർ സപ്ലൈ ടു ദ മദർ ബോർഡ്. കണക്ഷൻ നമ്മുടെ പവർ കൺട്രോൾ ചെയ്യും, മീൻസ് ഹൈ വോൾട്ട് ഒക്കെ വന്നാൽ അടിച്ചു പോകാണ്ടിരിക്കാൻ ഒരു പവർ കൺട്രോളർ എന്തായാലും വേണമല്ലോ, ഒരു പവർ സപ്ലൈ ഉള്ള ഒരു സാധനം. പിന്നെ ടൈപ്സ് ഓഫ് മദർ ബോർഡും ഇതും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങൾ ആ ടൈറ്റിൽസ് മാത്രം നോക്കിയാൽ മതി. AT മദർ ബോർഡ് ഉണ്ട്, ATX മദർ ബോർഡ്, പിന്നെ മൈക്രോ മദർ ബോർഡ്, എക്സ്റ്റെൻഡഡ് ATX, ഫ്ലെക്സ് ATX, BTX, മിനി ITX, പിന്നെ മിനി STX. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ഇനി ഫീച്ചേഴ്സ് ഓഫ് മദർ ബോർഡ്.
മദർ ബോർഡിന് എല്ലാ കോമ്പോണൻസും നമുക്ക് സപ്പോർട്ടബിൾ ആണ്. അത് ഭയങ്കര കോമ്പാക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ധാരാളം പോർട്ടുകൾ അതിൽ അവൈലബിളുമാണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സിംഗിൾ സാധനത്തിന് തന്നെ എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എഫിഷ്യന്റ് ആണ്, ഫാസ്റ്റസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫറും. അതുപോലെ തന്നെ നമുക്ക് എക്സ്പാൻഷൻ സ്ലോട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ എക്സ്പാൻഡബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറും നമ്മുടെ മദർ ബോർഡിന് ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് പെരിഫറൽ ഡിവൈസസ്. പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ നോട്ട് ദ പാർട്ട് ഓഫ് അവർ കോർ കമ്പ്യൂട്ടിംഗ്. നമ്മുടെ മെയിൻ കമ്പ്യൂട്ടിംഗ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ഈ ഡിവൈസുകൾക്ക് ഇല്ല. അതില്ലെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. മീൻസ് ലൈക്ക് ഇൻപുട്ട് ഫംഗ്ഷൻസ്, ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്, അതുപോലെ സ്റ്റോറേജിന് വേണ്ടിയിട്ട്, അങ്ങനെ പല പല ടാസ്കുകൾക്കായിട്ട് അഡീഷണൽ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി വെക്കുന്ന ഡിവൈസസ് ആണ് പെരിഫറൽ ഡിവൈസസ്. അതിന് നമുക്ക് ഇൻപുട്ട് ഡിവൈസുകളായിട്ട് കൺവേർട്ട് ചെയ്യാം, ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ട് കൺവേർട്ട് ചെയ്യാം, സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ മെമ്മറി അത്ര നമ്മൾ പെരിഫറൽ ആയിട്ട് കൂട്ടത്തില്ല. ഈ മൂന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസറിന് ഒരു ഡേറ്റ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ, ഒരു കമാൻഡ് കമ്പ്യൂട്ടറിലോട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസസ്. അത് മൗസ്, കീബോർഡ്, മൈക്രോഫോൺ, വെബ്കാം, ഇതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്. ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് മൗസ് എന്താണെന്നും കീബോർഡ് എന്താണെന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് ജസ്റ്റ് നോക്കി പോയാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടർ ടു സെൻഡ് ഇൻഫർമേഷൻ ടു ദ യൂസർ. കമ്പ്യൂട്ടറിന് പുറത്തോട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇപ്പൊ നമുക്ക് മോണിറ്റർ ഇല്ലെങ്കിൽ എന്ത് പറ്റില്ല, നമുക്ക് ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പ്രിന്റർ അതുപോലെ തന്നെ സെയിം ഫംഗ്ഷനാലിറ്റീസ് ആണ്, കുറച്ചുകൂടി ഫിസിക്കൽ കോപ്പീസ് ആണ് ഡെലിവർ ചെയ്യുന്നത്. ഇനി സ്റ്റോറേജ് ഡിവൈസസ് എന്തിനാണ്, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതാണ് DVD. നമ്മൾ ഇപ്പൊ അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിലും പണ്ട് കാലങ്ങളിൽ നമ്മൾ DVDസിലാണ് മിക്കതും സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ക്ലൗഡിൽ ഇടുക അല്ലെങ്കിൽ USB-യിലൊക്കെയാണ് സ്റ്റോർ ചെയ്യുക. അതിന് മുമ്പാണ് DVDs. അപ്പൊ നിങ്ങൾക്ക് USB ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് എന്താണെന്നും അതിന്റെ ടൈപ്സും അതിന്റെ എക്സാമ്പിൾസും ഫങ്ഷൻസും ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഡിവൈസസിനും സെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോ ഈ ഒരു മൊഡ്യൂളിൽ എന്ത് സാധനം പഠിച്ചാലും മെയിൻലി പഠിക്കേണ്ടത് അതിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ ഓഫ് പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ നിങ്ങൾ ഫംഗ്ഷൻസ് ആണ് മെയിൻലി പഠിക്കേണ്ടത്. ഫംഗ്ഷൻസ് ഓഫ് ഇന്നത് മദർ ബോർഡ്, ഫംഗ്ഷൻസ് ഓഫ് പെരിഫറൽസ് എന്ന് പറയുന്നത് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പെരിഫറൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് കപ്പാസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. പല പല ഡിഫറെന്റ് പെരിഫറൽസ് ആഡ് ചെയ്താൽ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ യൂസർ ഇന്ററാക്ഷൻ കുറച്ചുകൂടി കൂട്ടും. അതുപോലെ ഡേറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ഡേറ്റ കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മീൻസ് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഇനി സ്റ്റോറേജ് ഡിവൈസ് എന്തിനാണ്, നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഫയൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്ത് വേണമെങ്കിലും നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് ഡിവൈസസ് ഉള്ളത്. ദേ ആർ ക്രിട്ടിക്കൽ കോമ്പോണൻസ് ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം. അവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. HDD, SDD, ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സ്. ഇതിന് മൂന്നിനെ പറ്റിയിട്ടും ഇതും ഒരു 9 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് 3 മാർക്സ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. സോ HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നാണ് HDDയുടെ ഫുൾ ഫോം. സോ എ ട്രഡീഷണൽ മെക്കാനിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ദാറ്റ് യൂസസ് സ്പിന്നിങ് മാഗ്നറ്റിക് ഡിസ്ക് ടു റീഡ് ഡേറ്റ. അപ്പൊ അതിന്റെ അകത്ത് സ്പിന്നിങ് മാഗ്നറ്റിക് ഡിസ്കുകളാണ് ഉള്ളത്. ഇങ്ങനെ കുറെ ഡിസ്കുകൾ ഉണ്ടാവും. ആ ഒരു ഡിസ്കുകളാണ് റീഡ് ആൻഡ് റൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഡേറ്റ ഈസ് റിട്ടേൺ ഇൻ ദ മാഗ്നറ്റിക് പ്ലേറ്റിലാണ് ഡേറ്റ എഴുതുന്നത്. അതുപോലെ റീഡ് ആൻഡ് ഓർ റൈറ്റ് ഹെഡ് മൂവ്സ് ഓവർ ദ പ്ലേറ്റ് ടു ആക്സസ് ഡേറ്റ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഒരു ഹെഡ് മൂവ് ചെയ്തിട്ട് ഏതിന്ന് വേണം ഡാറ്റ എടുക്കാൻ എന്ന് നോക്കും. ഇനി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. സ്പീഡ് ആണെങ്കിൽ റിലേറ്റീവ്ലി സ്ലോവർ ആണ്. കോസ്റ്റ് ആണെങ്കിൽ മോർ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ദെൻ യൂസ് എന്ന് പറയുന്നത് ലോങ് ടേം സ്റ്റോറേജിനായിട്ട് നമുക്ക് യൂസ് ചെയ്യും. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്റ്റോറേജ് വൈഡ്ലി അവൈലബിൾ. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്ലോവർ ഡേറ്റ ആക്സസ്, സ്പീഡ് കുറവാണ്. പിന്നെ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി SDD എന്ന് പറഞ്ഞാൽ എന്താ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവേഴ്സ്. ഇതിന്റെ അകത്ത് NAND ബേസ്ഡ് ഫ്ലാഷ് മെമ്മറി ആണ് യൂസ് ചെയ്ത് ടു സ്റ്റോർ ഡേറ്റ വിത്ത് നോ മൂവിംഗ് പാർട്സ്. അതിന്റെ അകത്ത് മൂവിംഗ് പാർട്സ് ഒന്നും ഇല്ല. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ മൈക്രോ ചിപ്പ് യൂസിങ് ഫ്ലാഷ് മെമ്മറി അലോവിംഗ് ഫോർ ഫാസ്റ്റസ്റ്റ് ഡേറ്റ റിട്രീവൽ. അപ്പൊ ഫ്ലാഷ് മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെ ഫാസ്റ്റർ ആയിരിക്കും ഡേറ്റ റിട്രീവൽ.
അതിന്റെ അകത്ത് നമുക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ സ്പീഡ് ഫാസ്റ്റർ ആണ്, കുറച്ചുകൂടി HDD ഫാസ്റ്റർ ആണ്. പിന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. യൂസ് മീൻസ് ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡേറ്റ ആക്സസിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇറങ്ങുന്ന മിക്ക ലാപ്ടോപ്സിലും കാര്യങ്ങളിലും ഒക്കെ എന്താണ് SDD ആണ് HDD-നെക്കാളും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഫാസ്റ്റർ ആണ്, ഡ്യൂറബിൾ ആണ്, പിന്നെ എന്താണ് എനർജി എഫിഷ്യന്റും കൂടിയാണ്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടുതലാണ്, പിന്നെ ലോവർ കപ്പാസിറ്റി കുറച്ച് കുറവായിരിക്കും. ഇനി ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ CDs, DVDs, ബ്ലൂറേസ് ഇതൊക്കെയാണ് ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് യൂസസ് ലേസർ ടെക്നോളജി ആണ് അതിന്റെ അകത്ത് റീഡ് ആൻഡ് റൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഡേറ്റ എന്ത് ചെയ്യും, എൻകോഡഡ് ഇൻ ഫോം ഓഫ് പിറ്റ്സ് ആൻഡ് ലാൻഡ് ഓൺ ദ സർഫസ് ഓഫ് ഡിസ്ക്. ആ ഡിസ്കുമേ എൻകോഡ് ചെയ്യും. പിന്നെ ഉള്ളത് ഒരു ലേസർ എന്ത് ചെയ്യും, ആ ഒരു എൻകോഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയും റീഡ് ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് എടുക്കും. സോ ഓരോന്നിന്റെയും കപ്പാസിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് അതിന്റെ സ്പീഡ് പറ്റി പറയുകയാണെങ്കിൽ സ്ലോവർ ആസ് കമ്പയർഡ് ടു HDD-യും SDD-യിലും ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സിന്റെ സ്പീഡ് കുറവാണ്. അതുപോലെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആണ്, അധികം പൈസയൊന്നുമില്ല. യൂസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, CDs അല്ലെങ്കിൽ DVDs, ബ്ലൂറേസ് ഒക്കെ. ഇനി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ഫോർ മീഡിയ പ്ലേബാക്ക്, എസ്പെഷ്യലി ഫോർ മൂവീസ്, മ്യൂസിക് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആണ്. വൈഡ്ലി കോമ്പാക്റ്റബിൾ. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്ലോ ഡേറ്റ ട്രാൻസ്ഫർ, ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. അതുപോലെ തന്നെ പുതിയ ഒരു ന്യൂ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ ആ ഒരു ഫെസിലിറ്റീസ് ആ ഒരു ഡിവൈസിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിഫറൻസും പഠിക്കാൻ 3 മാർക്സിന് ചിലപ്പോൾ ചോദിക്കാം. മാഗ്നറ്റിക് ആണ്, ഇവിടെ ഫ്ലാഷ് മെമ്മറി, ഒപ്റ്റിക്കൽ ഡിസ്കുകളാണ്. സ്ലോ, ഫാസ്റ്റ്, ഇത് സ്ലോ ആണ്. ഫിസിക്കൽ ഡാമേജ് ഉണ്ടാവാം. വെരി ഡ്യൂറബിൾ, കാരണം എന്താ, മൂവിങ് പാർട്സ് ഇല്ല. സെൻസിറ്റീവ് ടു സ്ക്രാച്ചസ് വന്നാൽ എൻകോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കോസ്റ്റ് ഇതാണ് കുറച്ചുകൂടി എക്സ്പെൻസീവ്. SDD കപ്പാസിറ്റി വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി HDD-ക്കാണ്. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ് കോമൺ ഡിവൈസുകളും അത് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ടു IO ഡിവൈസസ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് എഫിഷ്യന്റും യൂസർ എക്സ്പീരിയൻസ് കൂട്ടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. സോ the communication enables users to interact with the computer through devices like keyboard, mouse, monitor, printer. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മുടെ കമ്പ്യൂട്ടർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഈ ഒരു ഡയഗ്രത്തിൽ പറയുന്നത് CPU ഇൻപുട്ട് ഔട്ട്പുട്ട് വെച്ചിട്ട് IO ഡിവൈസുകൾ വഴി ഡേറ്റ നമ്മുടെ മെമ്മറിയിൽ നിന്ന് എടുക്കും. അത് നമ്മുടെ CPU-ലെ പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യും അല്ലെ. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്, എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. Then why OS and IO devices communicate with each other? അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് ഇത് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, മാക് OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ലിനക്സ് ഉണ്ട്. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. സോ മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും വിൻഡോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് IO ഡിവൈസുകളെയും ചേർത്ത് എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ IO ഡിവൈസ് വെച്ചിട്ട് യൂസറിന് ഇൻപുട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഔട്ട്പുട്ട് റിസീവ് ചെയ്യാനും പറ്റും. ഇനി OS കൺട്രോൾസ് ദ IO ഡിവൈസസ് ബൈ കോൺഫിഗറിംഗ് സെറ്റിംഗ്സ്, ഇനീഷ്യലൈസിംഗ്, മാനേജിംഗ് പവർ സ്റ്റേഷൻ, എൻഷുറിംഗ് ദ ഡിവൈസ് ഫങ്ഷൻസ് കറക്റ്റ്ലി. ഈ ഓരോ IO ഡിവൈസുകളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓക്കെ, അപ്പൊ IO ഡിവൈസസ് സച്ചസ് ഹാർഡ് ഡ്രൈവ്സ്, SDD, അതുപോലെ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, എൻഷുറിംഗ് എഫിഷ്യന്റ് ആക്സസ് ടു ഡേറ്റ. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെരിഫറൽ ഡിവൈസസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫങ്ഷനാലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്യുന്ന എന്താണ്, എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്ത് നമ്മുടെ ഫങ്ഷനാലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി OS monitors and control the hardware systems including sensors, trackers to interact with the clock for task scheduling. അപ്പോൾ മോണിറ്റർ ചെയ്യുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്.